അജിത് കുമാറിന്റെ കസേര തെറിച്ചെങ്കിലും വിശ്വസ്തനെ പൂർണ്ണമായി കൈവിടാതെ മുഖ്യമന്ത്രി. ക്രമസമാധാന ചുമതലയിൽ നിന്ന് അജിത് കുമാറിനെ നീക്കിയത് എന്തിന് എന്ന് പറയാതെയാണ് ഉത്തരവ്. എന്നാൽ RSS നേതാവുമായുള്ള രഹസ്യ കൂടിക്കാഴ്ചയെ പിൻപറ്റിയാണ് നടപടിയെടുത്തത് എന്നാണ് പുറത്തുവരുന്ന സൂചന. ഇന്റലിജൻസ് വിഭാഗം ADGP മനോജ് എബ്രഹാമിനാണ് ക്രമസമാധാന വിഭാഗത്തിന്റെ ചുമതല നൽകിയിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ അമൽ തേനമ്പറമ്പിൽ നൽകും. അമൽ, ഗുഡ് മോർണിംഗ്. ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റി എന്നല്ലാതെ എന്ത് കാരണത്താലാണ് മാറ്റിയത് എന്ന് ഉത്തരവിൽ പറയുന്നില്ല. ഈ ഉത്തരവിൽ മറ്റെന്ത് ആണ് പറഞ്ഞിട്ടുള്ളത്? ക്രമസമാധാന ചുമതലയുള്ള ADGP സ്ഥാനത്ത് നിന്നും അജിത് കുമാറിനെ മാറ്റണമെന്ന ആവശ്യം ഒരാളല്ല, പല ആളുകൾ, പല രാഷ്ട്രീയ പാർട്ടികൾ ആ ആവശ്യം ഉന്നയിച്ചിരുന്നു. പ്രത്യേകിച്ച് മുന്നണിയിൽ നിന്ന് തന്നെ അത്തരമൊരു ആവശ്യത്തിന് ശക്തി കൂടിയതോടുകൂടി മുഖ്യമന്ത്രിക്കടക്കം അതിന് വഴങ്ങേണ്ടി വന്നു എന്ന് പറയേണ്ടി വരും. കാരണം ഏറ്റവും ഒടുവിലത്തെ ഘട്ടത്തിൽ പോലും സംരക്ഷിച്ചു നിർത്താൻ ഒരു ശ്രമം മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായോ എന്നൊരു സംശയം പൊതുസമൂഹത്തിൽ ജനിപ്പിക്കും വിധമായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രതികരണങ്ങളെല്ലാം ഉണ്ടായിരുന്നത്. ഏതെങ്കിലും ആരോപണത്തിൻ്റെ പേരിൽ പരാതിയുടെ പേരിൽ നടപടി എടുക്കില്ല എന്ന് മുഖ്യമന്ത്രി കേരളത്തിൻ്റെ പൊതുസമൂഹത്തോട് വിളിച്ചു പറഞ്ഞതാണ്. ഇത്രയധികം ആരോപണം നേരിടുന്ന ഒരു IPS ഉദ്യോഗസ്ഥനെ എന്തിനാണ് ക്രമസമാധാന ചുമതലയുള്ള ADGP സ്ഥാനത്ത് അദ്ദേഹത്തെ പുറത്താക്കണമെന്നൊന്നും ആരും ആവശ്യപ്പെട്ടില്ല. പക്ഷേ ക്രമസമാധാന ചുമതലയുള്ള ADGP സ്ഥാനത്ത് പൂരം കുളമാക്കലുമായി ബന്ധപ്പെട്ടും അതോടൊപ്പം തന്നെ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ടുമൊക്കെ ഒരു ഭരണകക്ഷിയിൽ ഉൾപ്പെട്ടിരുന്ന ഒരു MLA, ഇപ്പോൾ പുറത്തേക്ക് പോയ ഒരു MLA അടക്കം ആരോപണം ഉന്നയിച്ചിട്ടും ആ ആരോപണം ഒന്നും ചെവിക്കൊള്ളാതെ എന്തുകൊണ്ട് ഈ ഉദ്യോഗസ്ഥനെ സംരക്ഷിക്കുന്നു എന്നൊരു ചോദ്യം ഉയർന്നു വന്നിരുന്നു. അത് CPI സംസ്ഥാന സെക്രട്ടറി അടക്കം ചോദിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറി. അവർക്കടക്കം അതൃപ്തി ഉണ്ടാകുന്ന സ്ഥിതിയിലേക്ക് മാറി. RJD പരസ്യമായി തന്നെ നിലപാട് പ്രഖ്യാപിച്ചു. എന്നിട്ടും ADGPക്കെതിരെ നടപടി ഉണ്ടായില്ല. പക്ഷേ ഏറ്റവും ഒടുവിൽ നിയമസഭാ സമ്മേളനം എന്ന് പറയുന്ന ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ നടപടി ഉണ്ടാകണമെന്നൊരു ആവശ്യം CPI ഉന്നയിച്ചു. പക്ഷേ സഭാ സമ്മേളനം വെള്ളിയാഴ്ച തുടങ്ങി, അപ്പോൾ നടപടി ഉണ്ടായില്ല. അജിത് കുമാർ തന്നെ സ്ഥാനത്ത് തുടർന്നു. പക്ഷേ ആദ്യ ദിവസം ഈ വയനാട് മരിച്ച അവർക്ക് അനുശോചനം രേഖപ്പെടുത്തി പിരിയുകയാണ് ചെയ്തത് സഭ. പക്ഷേ ഇന്ന് മുതൽ സഭയിൽ അങ്ങനെ ആയിരിക്കില്ല. ഇന്നിപ്പോൾ സഭയിൽ അടിയന്തര പ്രമേയത്തിന് നോട്ടീസുണ്ട്. ആ നോട്ടീസ് പക്ഷേ മുഖ്യമന്ത്രിയുടെ മലപ്പുറം പരാമർശവുമായി ബന്ധപ്പെട്ടാണ്. അതുപോലും അജിത് കുമാറുമായി ബന്ധപ്പെടുത്തിയുള്ളതാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ ആളുകൾ പിടിയിലാകുന്ന സ്ഥലം മലപ്പുറമാണ് എന്നുള്ള തരത്തിൽ ഒരു പരാമർശം മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായി. പിന്നീട് അത് ഹിന്ദു ദിനപത്രത്തിൽ മറ്റ് വലിയ വിവാദമാകുന്ന തരത്തിൽ ഒരു പരാമർശമായി മുഖ്യമന്ത്രി പറയാത്ത തരത്തിൽ മാറ്റിയടിച്ചു വരികയും പിന്നീട് ഹിന്ദു ദിനപത്രം അത് തിരുത്തുകയും ഒക്കെ ചെയ്യുന്ന സാഹചര്യമുണ്ട്. എന്തായാലും അത്തരമൊരു വിഷയമടക്കം വരുന്നു. അതിലടക്കം അജിത് കുമാറിൻ്റെ ഒരു റോള് കൂടിയുണ്ട്. അങ്ങനെയുള്ള അവസ്ഥയിൽ ഈ സഭയിൽ അടിയന്തര പ്രമേയമായി ഇത്തരം വിഷയങ്ങൾ വരുമ്പോൾ CPI ഏത് നിലപാടെടുക്കുമെന്ന് സംശയമടക്കം ഉണ്ടായിരുന്നു. എന്തായാലും സഭ സജീവമാകുന്ന ദിവസത്തിന് മണിക്കൂറുകൾക്ക് മുൻപ് ഒരു തീരുമാനം വന്നിരിക്കുന്നു. ADGP MR അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റി നിലവിലുണ്ടായിരുന്ന അജിത് കുമാറിന് ബറ്റാലിയൻ ADGP സ്ഥാനം കൂടി ഉണ്ടായിരുന്നു. അത് മാത്രമായി പരിമിതപ്പെടുത്തിക്കൊണ്ടൊരു ഓർഡറാണ് രാത്രിയിൽ വന്നത്. അതിൽ പക്ഷേ മറ്റൊന്നും പറയുന്നില്ല. മനോജ് എബ്രഹാമിന് ADGPയുടെ ക്രമസമാധാന ചുമതലയുള്ള ADGPയുടെ ചുമതല നൽകുന്നു എന്നത് മാത്രമാണ് പറയുന്നത്. മറ്റ് ഈ വിവാദങ്ങളൊന്നും പരാമർശിക്കുന്നില്ല. സാധാരണ ഒരു ഉത്തരവൊക്കെ ഉണ്ടാകുമ്പോൾ അതിൽ വിശദമായ കാര്യങ്ങളൊക്കെ പറഞ്ഞു പോകണമോ എന്നുള്ളൊരു കാര്യം കൂടിയുണ്ട്. പക്ഷേ എന്തായാലും ഇപ്പോൾ മുഖ്യമന്ത്രി ADGP അജിത് കുമാറിനെ സസ്പെൻഡ് ചെയ്യുക, ഈ പ്രധാനപ്പെട്ട അൻവറിൻ്റെ അടക്കം ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യമെന്ന് പറയുന്നത് ചുമതലയിൽ നിന്ന് മാറ്റി നിർത്തുക എന്നതിനപ്പുറത്തേക്ക് സസ്പെൻഡ് ചെയ്യുക എന്നുള്ളത് കൂടിയായിരുന്നു. പക്ഷേ സസ്പെൻഡ് ചെയ്യുന്നില്ല. ബറ്റാലിയൻ ADGPയായി മാറ്റി നിർത്തിക്കൊണ്ട് അജിത് കുമാറിനെതിരെയുള്ള അന്വേഷണം തുടരട്ടെ എന്നുള്ള നിലപാടാണ്. എന്ത് കാരണത്താലാണ് അങ്ങനെ മാറ്റി നിർത്തുന്നത് എന്നത് വ്യക്തമാക്കുന്നുമില്ലാത്ത ഒരു ഉത്തരവ്. ആ ഉത്തരവിൽ ഒന്നും പറയുന്നില്ല എന്ത് കാരണം കൊണ്ടാണ് മാറ്റി നിർത്തുന്നത് എന്നും. ആർക്കോ വേണ്ടി എന്ന് പറയുന്നത് പോലെ മാറ്റി നിർത്തിയാൽ